എന്താ? എവിടെ? മുറിയിലൊരു കള്ളൻ. അയ്യോ അങ്ങോട്ട് പോണ്ട, ഞാൻ അയാളെ മുറിയിൽ വെച്ച് പൂട്ടിയിരിക്കുക. കണ്ടു? നീ ശരിക്കും കണ്ടു കുട്ടിയെ? കണ്ടു. അയാൾ കയ്യിലൊരു ബൾബും പിടിച്ചിട്ടുണ്ട്. ആസിഡ് ബൾബായിരിക്കും, നക്സലൈറ്റാ. അയാളുടെ തോക്കൊക്കെ കാണും. നിങ്ങൾ ഇങ്ങോട്ട് പോലെ കുട്ടികളെ. നാട്ടുകാരെ ഓടി വരണേ, കള്ളനെ പൂട്ടിയിട്ടിരിക്കുന്നു. എന്താ? കള്ളൻ കള്ളൻ. നാട്ടുകാരെ ഓടി വരണേ, ഓടി വരണേ നാട്ടുകാരെ, കള്ളനെ പിടിക്കണം. കള്ളൻ കള്ളൻ. നാട്ടുകാരെ ഓടി വരണേ. അയ്യേ, എന്താ ഇത്? ഞാൻ വീണതാ. നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ കടവ് മാത്രമേ കണ്ടുള്ളൂ? പെണ്ണുങ്ങളുടെ കടവാണെന്ന് അറിഞ്ഞപ്പോഴേക്കും വീണുപോയി. നിങ്ങൾ ഇവിടെ കൃഷി ഓഫീസറാൻ വന്നതോ അതോ വീഴാൻ വന്നതോ? അയ്യോ, ചത്തുപോയോ? എന്താ നോക്കുന്ന? എന്റെ മേലെ അയാൾ വന്ന് വീണതിനെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ഗിരിജയുടെ ഒരു ചോദ്യം കേട്ടില്ലേ, പ്രേമം തോന്നുന്നുണ്ടോന്ന്? പിന്നെ കാണാനൊരു രസമൊക്കെ ഉണ്ടല്ലേ. എന്ന് വെച്ച് മേലെ വന്ന് വീഴുന്നവരെയൊക്കെ പ്രേമിക്കാൻ നോക്കുവോ? എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ. നീ പൊയ്ക്കോ. കറണ്ടില്ലേ? ഓ, ഒരു കത്തി തരൂ. ആ കത്തി ഒന്ന് മേടിച്ചു തരാൻ. പേടിക്കണ്ട, വെട്ടാനും കുത്താനും ഒന്നും അല്ല. മോളിലത്തെ സ്വിച്ച് ബോർഡ് ഒന്ന് അഴിച്ചു തന്നാക്കാനാ. കറണ്ടില്ല, പിന്നെന്തിനാ സ്വിച്ച് ബോർഡ് ഒന്നാക്കുന്നത്? ഓ, നിങ്ങളുടെ നാട്ടിൽ ഒരിക്കൽ കറണ്ട് പോയ പിന്നെ വരത്തില്ല? ഇലക്ട്രിക് കണക്ഷൻ ഉള്ളിടത്തൊക്കെ വരും. മനസ്സിലായില്ല. ഇലക്ട്രിസിറ്റി ബോർഡുകാര് ഈ വീട്ടിലെ ഫ്യൂസ് ഒരുക്കൊണ്ട് പോയിട്ട് വർഷം 2 കഴിഞ്ഞു. ഇവിടുത്തെ വയറിംഗ് മുഴുവൻ മാറ്റിയാലേ കറണ്ട് തരുന്ന അവർക്ക് വാശി. അങ്ങനത്തെ കറണ്ട് വേണ്ടെന്ന് ഞങ്ങൾക്കും വാശിയായി. ദേ, വെറുതെ കത്തിയും വാളൊക്കെ കൊണ്ടുപോയിട്ട് വിഡിതം കാണിക്കല്ലേ. കത്തി കറണ്ട് രാധേടത്തി, കറണ്ട് വന്നു. ഉത്തരത്തി നോക്കിക്കേ, നമുക്ക് കറണ്ട് വന്നു. കറണ്ട് വന്ന് എടുത്തി. കഴിഞ്ഞ 2 വർഷമായിട്ടില്ലാത്ത കറണ്ട് നമുക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന്? വല്യമ്മ നല്ല ആളാ. ഞങ്ങളോട് ആരോടും പറയാതെ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി പണം കിട്ടി ഇല്ലേ? ഞാനല്ല, ശിവൻകുട്ടി സാറാ പണം കെട്ടിയത്. കെട്ടിക്കഴിഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് തന്നെ. ഈ ബാധ്യതകളെല്ലാം കൂടി. പിന്നെ റീവയറിങ്ങിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല ഫ്യൂസ് ഊരിയത്. 2000 രൂപ കുടിശ്ശിക അടയ്ക്കാനുണ്ട്. അത് 4 വട്ടമായിട്ട് അടയ്ക്കണം. 2 ഗഡു ഞാൻ അടച്ചു. പിന്നെ പുതിയ മീറ്റർ, മെയിൻ സ്വിച്ച്, എർത്ത് വയർ, ബൾബ് എല്ലാം കൂടി 1000. മൊത്തം 2000 രൂപ. ദാ പിടിച്ചോ. നിങ്ങൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കൊടുത്ത തുകയിൽ വരവ് വെച്ചോളൂ. ഇത് 90 രൂപ 75 പൈസയുണ്ട്. ബാക്കി ഗഡുക്കളായിട്ട് തന്നുകൊള്ളാം. നിങ്ങളുടെ സൗജന്യം വേണ്ട. കാശ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പിരിക്കുന്നത് ഞാനല്ല, ഇലക്ട്രിസിറ്റി ബോർഡാ. എനിക്ക് എന്റെ പണം ഒറ്റ ഗഡുവായിട്ട് തിരിച്ചു കിട്ടണം. എന്നാ പിടി. എടോ, നോക്കിക്കാതെ കാശ് പിടിക്കാൻ. എടോ, തന്നോടാ പറഞ്ഞ കാശ് പിടിക്കാൻ.
ഗിരിജേ, തുണിയെല്ലാം നനയണോ? കാലത്തെടുക്കാൻ എടുത്തി. നീ അവിടെ കിടന്നോ, ഞാൻ എന്റെ തുണി മാത്രമേ എടുക്കൂ. ഒന്നും കരുതിക്കൂട്ടിയായിരുന്നില്ല, സംഭവിച്ചുപോയി. ഇന്നലെ പറയാൻ മറന്നുപോയ ഒരു കാര്യം, എനിക്ക് ഉത്തരേ വേണം. എന്നോടൊപ്പം മരണം വരെ. ഒരു താഴ്ന്ന ജാതിക്കാരന്റെ ഭാര്യയാവാൻ മടിയില്ലെങ്കിൽ ഒരുങ്ങിക്കോളൂ. വലിയ ആർഭാടമൊന്നുമില്ലാത്ത ഒരു താലികെട്ടിന്.